തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ൽ വന്നിരിക്കുന്ന ആശങ്ക അവരുടെ സംസ്ഥാന നേതൃത്വത്തെ പോലും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ എന്ന അഹങ്കാരിയായ ഒരു മേയറുടെ കീഴിൽ കഴിഞ്ഞ 5 വർഷമുണ്ടായ ഭരണം അതൊന്നു മാത്രം മതി CPM-ന് തിരിച്ചടി കിട്ടാനെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിൻ്റെ വോട്ട് മോഷണം കൂടി വന്നിരിക്കുകയാണ്. ആ വിഷയം ആളിക്കത്തുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കിയെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയത്തിനകം തീരുമാനം എടുക്കാനിരിക്കെ UDF-നും LDF-നും ആകാംക്ഷയും ആശങ്കയുമാണ് നൽകുന്നത്. UDF-ൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വിജയം കാണുമെന്ന് പറയുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. അതായത് വോട്ടർ പട്ടിക സംബന്ധിച്ച കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനായി എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൽ വന്നിരിക്കുന്ന ഒരു ആത്മവിശ്വാസം. അതിനൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അനുകൂല നിലപാട് അത് വൈഷ്ണയ്ക്ക് ഏറെ തുണയാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മാത്രമല്ല വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിലുള്ള മേൽവിലാസത്തിൽ 20ഓളം വോട്ടുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കുന്നു. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ഒരു പൗര എന്നുള്ള നിലയിൽ ഒരു കാരണവുമില്ലാതെ ഈ പെൺകുട്ടിയുടെ വോട്ടില്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതും കോടതി പറയും. ആധാറും തെരഞ്ഞെടുപ്പ് ID കാർഡും മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയായി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ. അതുപോലെ തന്നെ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് വൈഷ്ണ മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അപ്പോഴും എല്ലാ രേഖകളും പരിശോധിച്ചതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും വിരളിപ്പൂണ്ട് നടക്കുന്ന CPM വൈഷ്ണയുടെ മുന്നേറ്റം കണ്ടതുകൊണ്ട് മാത്രമാണ്. CPM-ൻ്റെ വാദം വെറും സാങ്കേതികത്വം എന്ന് തെളിയാൻ പോവുകയാണ്. വരാനിരിക്കുന്ന തീരുമാനം വൈഷ്ണക്കും കോൺഗ്രസിനും അനുകൂലമായാൽ അത് UDF-ൻ്റെ രാഷ്ട്രീയ വിജയം തന്നെയായി കേരളം കണക്കാക്കും. കോർപ്പറേഷനിലാകെ പാർട്ടി പ്രചരണത്തിനത് ഊർജം പകരുന്നതുമാണ്. മാത്രമല്ല CPM-ൻ്റെ കുത്തകയായിരുന്ന ഈ മുട്ടട വാർഡിൽ വൈഷ്ണ നേടിയ മേൽക്കൈ അത് പൂർണ്ണമായും ഉറപ്പിക്കാനാകും. അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക അങ്ങനെയെങ്കിൽ സമർപ്പിക്കുകയും തീപാറുന്നൊരു പ്രചരണം നയിച്ച് കേരളത്തിൽ തന്നെ അതൊരു പോസിറ്റീവ് എനർജി നൽകാൻ UDF-ന് സഹായിക്കുകയും ചെയ്യും. വൈഷ്ണയ്ക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകുമെന്നും UDF വിശ്വസിക്കുന്നു. ഏതായാലും ജനാധിപത്യത്തെ അട്ടിമറിക്കാനും തട്ടിപ്പ് വിജയം നേടാനും വോട്ട് മോഷണം നടത്തുന്ന പുതിയൊരു രാഷ്ട്രീയ ശൈലി, ആ ശൈലിക്ക് വലിയ തിരിച്ചടിയായിരിക്കും വൈഷ്ണയ്ക്ക് അവകാശപ്പെട്ട വോട്ട് മോഷ്ടിച്ചത് എന്ന് ഉറപ്പായി കഴിഞ്ഞു.